ഏത് മൂട് മരണമൂട്, ഏത് മൂട് മരണമൂട്, ഏത് മൂട് മരണമൂട്. ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിന്റെയും മർമാദത്തിന്റെയും അവസാനിക്കാത്ത മൂടുത്സവം, മറ്റൊരു ഭാഗത്ത് മരണത്തോടു കൂടി എല്ലാ മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പര്യവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് പഠിക്കാനുണ്ട്. ഞാനിപ്പം വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. എൻ്റെ നാടിന്റെ സമീപത്ത് ആറാട്ടുപുഴയിൽ 24 വയസ്സുള്ള മിഥിലാജ് എന്ന പൊന്നുമോൻ 2-3 ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ അവന് ഒരു ചീപ്പ് ഓർഡർ ചെയ്തിരുന്നു. ഇന്ന് ആ ചീപ്പ് ഡെലിവറി ബോയ് ഡെലിവറി ചെയ്തു. പക്ഷേ അത് വാങ്ങിയത് മിഥിലാജ് അല്ല, മിഥിലാജിന്റെ ഉപ്പയാണ് അത് സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ മിഥിലാജ് പൊന്നുമോൻ മരണപ്പെട്ടു പോയി. എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള നിഷ്കളങ്കനായ ഒരു പാവപ്പെട്ട പൊന്നുമോൻ, ഏത് തിരക്കിനിടയിലും ആരെങ്കിലും ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ വരേക്കാന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്ന, ഇന്നലെ അവന്റെ മരണത്തിന് ആ ജനാസക്ക് സാക്ഷിയായ മനുഷ്യർ കരയാത്തൊരു മനുഷ്യൻ പോലും ഇല്ല. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് കണ്ണൻ എന്ന. കണ്ണൻ ബോധരഹിതനായി വീണു. ഇതെല്ലാം മുന്നിൽ നിന്ന് കണ്ട ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അർമാദിച്ചോളൂ, ആസ്വദിച്ചോളൂ. ഞങ്ങൾക്ക് ഈ മൂഡ്, ഏത് മൂഡ്, ആ മൂഡ്, ഏത് മൂഡ്, ഇതൊന്നും ഡാൻസ് ചെയ്യാനും ഈ തുള്ളാനൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, കാര്യമില്ലാത്തത് കൊണ്ടാണ്. മനുഷ്യർക്ക് ഈ ബുദ്ധി തന്നിരിക്കുന്നത്, മറ്റ് ഇതര ജീവികളിൽ നിന്ന് മനുഷ്യർക്ക് ഈ വകതിരിവും ബുദ്ധിയൊക്കെ തന്നിരിക്കുന്നത് ഈ മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യബോധത്തിലേക്ക് അവൻ നീങ്ങണമെന്നും അത് സഫലീകരിക്കണമെന്നും മനുഷ്യൻ സ്വയം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഏലപ്പാറ ഇതുപോലുള്ള നമ്മൾ വനവീഥികളിലൂടെ സഞ്ചരിക്കുമ്പം അവിടെ ഇത് പുലിയുള്ള സ്ഥലമാണ്, ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് എവിടെങ്കിലും ഇവിടെ മനുഷ്യരുണ്ട്, അതുകൊണ്ട് പുലികൾ ശ്രദ്ധിക്കാൻ വേണ്ടി, ആന ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു എഴുത്തുണ്ടോ, ഇൻഫർമേഷൻ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? മനുഷ്യരും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മനുഷ്യർക്കാണ് ഈ വിവേക ബുദ്ധിയും തിരിച്ചറിവ് ഇതെല്ലാം തന്നിട്ടുള്ള മനുഷ്യർക്കാണ്. ആ മനുഷ്യൻ എന്ത് മനസ്സിലാക്കണം? ഇന്നത്തെ പുലരിയെ കണ്ടോരെ നിങ്ങൾ നാളെ ഉദയത്തെ കാണുമോ? ഇന്നലെ കണ്ടവർ പലരും ഇന്ന് 6 അടി മണ്ണിലാണറിയാമോ? 6 അടി മണ്ണിലാണറിയാമോ? ഘടികാര സൂചി ചലിക്കുന്നതെങ്ങോട്ട്, അടിയോരോ പാദം നാം വെക്കുന്നതെങ്ങോട്ട്? മൗത്തിലെ കല്ലേ ഖബർ കൊള്ളയല്ലേ, മൗത്തി